BB ഹൗസിനുള്ളിൽ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് സ്ഥലപ്പേര് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിസയിലും ഒക്കെ ഉണ്ട്. കുറെ കഴിയുമ്പോഴത്തേക്ക് ജിസയിൽ അവിടെ നിന്ന് എണീറ്റ് ഇതായിപ്പോൾ പുറത്ത് മറ്റേ ഊഞ്ഞാലിൽ പോയിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക്. ആര്യൻ വലിയ മൈൻഡൊന്നുമില്ല, അതായത് എടുത്ത് തലയെ വെച്ച് പഴയ പോലെ ഡാൻസ് കളിക്കാനൊന്നും നിൽക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അനീഷേട്ടൻ്റെ ഒരു താണ്ഡവം ഇന്ന് രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയെല്ലാം നമുക്കൊന്ന് സംസാരിക്കാം. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ നൂബിൻ, നമ്മുടെ ബിന്നിയുടെ ഭർത്താവ്, ഇന്ന് രാവിലെ തന്നെ പുറത്തു പോയിരിക്കുകയാണ്. ബിന്നിക്ക് കിട്ടിയ ആ പവർ ഉപയോഗിച്ച് വേണമെങ്കിൽ ഒരാഴ്ച നമ്മുടെ നൂബിന് ആ വീട്ടിൽ നിൽക്കാം, ഹൗസിനുള്ളിൽ നിൽക്കാം. പക്ഷേ നൂബിൻ്റെ എന്തോ തിരക്കുകൾ, അതൊക്കെ കാരണം നൂബിൻ വെളിയിലേക്ക് പോയിരിക്കുകയാണ്. നൂബിൻ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബിന്നിക്കൊച്ചിന് ഭയങ്കര സങ്കടമുണ്ട്, കരച്ചിലും പിടിച്ചിലും ഒക്കെയാണ്. അത് പിന്നെ ഓഫ് കോഴ്സ് വരുമല്ലോ. 2-3 ദിവസമായിട്ട് ഭർത്താവ് കൂടെയുണ്ട്. അതും ഏകദേശം ഒരു 19 ദിവസത്തിന് ശേഷമാണ് ഭർത്താവിനെ കാണുന്നത്. അപ്പോൾ വീണ്ടും ഭർത്താവ് പുറത്തേക്ക് പോയി. അപ്പോൾ അതിൻ്റെ പേരിൽ സങ്കടം കാണും, അതൊക്കെ ബിന്നി കരഞ്ഞു തീർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മുടെ അനീഷേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നല്ല വൃത്തിക്ക് നമുക്കൊന്ന് സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം ഒരുപാട് പേര് അനീഷേട്ടൻ്റെ ഇന്ന് രാവിലെ കാണിച്ച പ്രകടനത്തിനെ പറ്റിയിട്ടൊക്കെ നെഗറ്റീവ് പറയുന്നത് കണ്ടു. ഞാനപ്പോൾ ആലോചിച്ചത്, നെഗറ്റീവ് പറയാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട് ഇച്ചിരി. കാരണം നമ്മൾ ആദ്യം തൊട്ട് കാണുന്നതാണ് അനീഷേട്ടൻ ഇങ്ങനെ രാവിലെ തുടങ്ങും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിലും നമ്മുടെ അനുമോളുടെ അടുക്ക ചെന്നിട്ട് അനുമോളും നമ്മുടെ മറ്റവൻ അക്ബർ രണ്ടുപേരും കൂടെ വേണം രാവിലെ കയറി പണിയെടുക്കാൻ, രണ്ടുപേരും പണിയെടുക്ക്, ഞാനും ഒണിയിലും ഉച്ചക്ക് എല്ലാം ഉണ്ടാക്കും, ഓക്കെ എല്ലാവരും കൊണ്ട് പണിയെടുത്തേ, കമോൺ ചാടി നിൽക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക, ഒരു ഓർഡർ ഇടുന്ന പരിപാടി പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ ഗെയിമാണത്, നമ്മൾ ആദ്യമേ അത് മനസ്സിലാക്കണം. കാരണം ഇതൊരു ഗെയിം ഷോവാണ്, അല്ലാതെ നല്ല പിള്ള ചമയാൻ വേണ്ടി പോയിരിക്കുന്ന അല്ലല്ലോ ആരും. അവിടെ ഗെയിമാണ്. എല്ലാവരുടെയും നെഗറ്റീവും പോസിറ്റീവും എല്ലാം പുറത്തു വരും. അനീഷേട്ടൻ്റെ ഒരു നെഗറ്റീവാണിത്. അതായത് അനീഷേട്ടൻ എല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണം. പുള്ളി ഓർഡർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പിടികിട്ടിയില്ലേ? അത് പുള്ളിയുടെ ഒരു നെഗറ്റീവ്, ഒരു ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇത് ആദ്യം തൊട്ടേ നമ്മൾ കാണുന്നതാണ്. പുള്ളി പിടിക്കുന്നോളം പുള്ളിക്ക് കിട്ടണം, അതാണ് പുള്ളിയുടെ മൂഡ്. മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കിയ ആളുകൾക്ക് ഓക്കെ, പുള്ളിയുടെ ഗെയിം എന്ന് പറഞ്ഞ് ഇതിനെ കാണാം. അതല്ലാത്തവർ പുള്ളിയെ ഇതിന് തെറി പറയും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഈ കേസ് നിൽക്കത്തുള്ളൂ. കാരണം ഇവിടെ അനുമോള്, അക്ബർ, ഇവർക്ക് തിരിച്ച് നല്ല രീതിയിൽ ഒപ്പോസ് ചെയ്യാം ഇതിനെ, അനീഷേട്ടൻ പറയുന്ന വാക്കുകളെ നല്ല രീതിയിൽ. പക്ഷേ ഒരു തണുപ്പൻ മട്ടാണ്. പിന്നെയും അനുമോളാണ് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി അങ്ങോട്ട് തിരിച്ചു നിന്ന് കൊടുക്കുന്നത്. അക്ബർ അങ്ങ് ഒതുങ്ങിപ്പോയത് കണക്ക് എനിക്ക് തോന്നുന്നു. വലിയ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ലിമിറ്റേഷൻസ് വെക്കാൻ തുടങ്ങി അക്ബർ. ഇനി വായിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും മോശമായിട്ട് വീണ് പോയേക്കാമെന്നല്ല പേടിച്ചിട്ടായിരിക്കും അക്ബർ ഒന്ന് കൺട്രോൾ ചെയ്താണ് സംസാരിക്കുന്നത്. രാവിലെ തുടങ്ങിയിട്ടുണ്ട്, പണിയെടുക്കുക, രാവിലെ നിങ്ങൾ പണിയെടുക്കുക, കമോൺ അക്ബർ, അനുമോൾ, അങ്ങനെ ഇങ്ങനെ ചെയ്, ഓർഡർ ഇടിയിൽ. അത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളാണ് ഈ അക്ബറിൻ്റെയും അനുമോളുടെയൊക്കെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പൊളിയും. ഇല്ലാതൊന്നും ഞാൻ പറയത്തില്ല. ഞാനൊക്കെയാണ് അക്ബറിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ എൻ്റെ അടുക്ക് വന്നിട്ട് ഇങ്ങനെ ഓർഡർ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊളിയും, ഉറപ്പായിട്ടും പൊളിയും. പക്ഷേ അങ്ങനെ പൊളിയുമ്പോൾ തിരിച്ച് നല്ല രീതിയിൽ അനീഷേട്ടനെ ഒപ്പോസ് ചെയ്യുക എന്നതാണ് അക്ബറും അനുമോളും ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ അക്ബർ അത്ര അങ്ങോട്ട് വലിയ തീയൊന്നും ഇല്ല, ആദ്യം ഉണ്ടായിരുന്ന തീയൊന്നും ഇല്ല. തീയൊക്കെ കുറച്ച് ഒരു ചെറുതായിട്ടാണ് കത്തുന്നത്. അനീഷിന് പക്ഷെ ഒരു കുറവുമില്ല, നിന്ന് കത്തിക്കുക രാവിലെ. തെറ്റ് പുള്ളിയുടെ സൈഡിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടടേ, ഇല്ലാതൊന്നും ഞാൻ പറയത്തില്ല. എന്തിനാണ് പോയി ഓർഡർ ചെയ്യാൻ നിൽക്കുന്നത്? എന്തിനു ഓർഡർ ചെയ്യാൻ നിൽക്കുന്നു? പുള്ളിക്ക് മാറ്റങ്ങൾ വരണം. പുള്ളിയുടെ ലൈഫിൽ പുള്ളി അനുഭവിച്ച കുറേ കാര്യങ്ങൾ കാണും. അതിനകത്തൂടെയൊക്കെ പുള്ളി മറ്റേ ഒരു ഓർഡർ സെറ്റപ്പിലേക്ക് വന്നു. എല്ലാവരോടും ഞാൻ ഓർഡർ ചെയ്യുന്ന ആ ഒരു മൂഡ് പുള്ളിക്ക് കാണും. പക്ഷെ അതൊക്കെ മാറ്റിയെടുക്കാനാണ് പുള്ളി ഇതിനകത്ത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം. ഇത്രയും ആൾക്കാരുടെ കൂടെ നിൽക്കുകയല്ലേ, അതൊക്കെ മാറണം. അത് മാറിയേ പറ്റൂ. പക്ഷേ പുള്ളി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ ഒരു മാറ്റം പുള്ളിക്ക് വന്നിട്ടില്ല. അത് പുള്ളിയുടെ മിസ്റ്റേക്ക് തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. ഈ ആവശ്യമില്ലാതെ ഈ ഓർഡർ ഇടാൻ ചെല്ലേണ്ട കാര്യങ്ങളില്ല. വളരെ പുള്ളിയുടെ ടീമാണ്. ഒരു കിച്ചൺ ഒരു ഹാൻഡിൽ ചെയ്യുന്ന അതിൻ്റെ ഒരു മെയിൻ ക്യാപ്റ്റനാണ് അനീഷ്. അപ്പം അനീഷിൻ്റെ കൂടെയുള്ളവരെ നൈസായിട്ട് പിടിച്ചു നിർത്തി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കണം. അനീഷിന് ഒരു പരിധി കൂടുതൽ ഉപ്പുമാവ് പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടെയുള്ളവരെ നൈസായിട്ട് പിടിച്ചു നിർത്തി അവരെ കൊണ്ട് നൈസായിട്ട് പണിയെടുപ്പിക്കുക. അതാണ് അനീഷേട്ടൻ ചെയ്യേണ്ടത്. പക്ഷേ അനീഷേട്ടൻ ഇവിടെ പണിയെടുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഓർഡറിലൂടെയാണ്, ഓർഡർ ഇട്ടുകൊണ്ടാണ്. അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ ഷാനവാസ് അപ്പുറത്തെ ഒരു സൈഡിൽ കാണാം. ഷാനവാസ് വീണ്ടും, എന്താണ് ഷാനവാസ് ഇത്? മാനിപ്പുലേറ്റർ ആണ്, മനസ്സിലായി. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ എന്തോ അതിനെ പറയുന്നത്,
നമ്മൾ കണ്ണിൽ കാണുന്ന സാധനം അത് അങ്ങനെയല്ല, പട്ടിയെ ആടാക്കുക, ആ ഒരു പരിപാടിയില്ലേ, അതാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ആദില നൂറ ഇവർക്കൊരു ബോധമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഷാനവാസ് ഷാനവാസിന്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു അനുമോളുമായിട്ടൊന്ന് തെറ്റിക്കുക. കാരണം പുള്ളി ഇന്ന് രാവിലെ പറയുമ്പോഴത്തേക്ക് എല്ലാം അനുമോളുടെ മിസ്റ്റേക്കാണ്. ഏത് പുള്ളി മറ്റേ കിച്ചണിൽ നിന്ന് മട്ടൺ എടുത്തോണ്ട് ഓടിയില്ലേ, അത് അനുമോളുടെ മിസ്റ്റേക്ക് ആണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഈ മനുഷ്യൻ. എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, കാണുന്ന നമുക്കറിയാലോ. ഈ ഒരു വിഷയത്തിൽ പുള്ളിയുടെ കയ്യിൽ തെറ്റുണ്ട്, പുള്ളി അത് എടുത്തോണ്ട് ഓടി, അത് പുള്ളിയുടെ ഗെയിം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ട് തള്ളിക്കളയാം. ഭക്ഷണം ആർക്ക് കൂടുതൽ കിട്ടുന്നു അത് അവൻ ബുദ്ധിമാൻ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ ആ ചെയ്തതിനെ ന്യായീകരിച്ച് അനുമോളുടെ തലയിൽ കൊണ്ടുവെക്കേണ്ട കാര്യം അനുമോളുടെ തെറ്റില്ല എന്നല്ല. അനുമോള് ഈ ബാക്കിയുള്ള അവിടുത്തെ കണ്ടസ്റ്റന്റുകൾ എല്ലാവരും, ഷാനവാസ് മാത്രമല്ല, എല്ലാവരും പാത്രം പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മൂലയ്ക്ക് വിളമ്പി കൊടുക്കും. അങ്ങനെയുള്ള ചില പരിപാടികൾ എല്ലാവരും മറ്റേ ഷാനവാസ് പറഞ്ഞിടയ്ക്ക് ഇരക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ചിലപ്പം ഷാനവാസ് എങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കും, ഇവളുടെ മറ്റേ കെഞ്ചി പോയി നിൽക്കുന്ന ആ ഒരു സാധനം കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, പറയുന്നില്ല ഞാനത് അനുമോൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന്. അനുമോൾ കുറച്ച് കിച്ചൺ എൻ്റെ എന്നുള്ളൊരു സാധനം അനുമോൾക്കുണ്ട്. ഈ ഒരാഴ്ചയിൽ മാത്രം അത് ചെയ്യാൻ പറ്റാത്തത് ക്യാപ്റ്റൻ അനീഷ് ആയതുകൊണ്ടാണ്. അനുമോളായിരുന്നു ക്യാപ്റ്റൻ എങ്കിൽ ഈ ആഴ്ചയും അത് തന്നെ കാണിച്ചേനെ. കിച്ചൺ എൻ്റെ, ഞാനാണ് ഇവിടെ ഭരിക്കുന്നത്, ഞാൻ കറക്റ്റായിട്ട്. എന്തിനാ ക്യാപ്റ്റൻ അല്ലാഞ്ഞിട്ട് പോലും കിച്ചണിൽ നിന്ന് അത്യാവശ്യം ഇന്നിപ്പോൾ രാവിലെ അനീഷുമായിട്ടുള്ള ഉടക്കുൾപ്പെടെ കണ്ടന്റ് അനുമോൾ ഉണ്ടാക്കുന്നുണ്ട്. ക്യാപ്റ്റനും കൂടെ ആയിരുന്നെങ്കിൽ അനുമോൾ അതിൻ്റെ അപ്പുറം ചെയ്തേനെ, ഒരുപാട് കരച്ചിൽ നമ്മൾ കാണേണ്ട വന്നേനെ. മനസ്സിലായില്ലേ? ഇത് ഈ ഒരു വിഷയം പറഞ്ഞിട്ട് ഷാനവാസ് ആദിലെ നൂറെ പറഞ്ഞ് അവർ തിരിഞ്ഞു. അവരിപ്പോൾ അനുമോളുടെ സൈഡിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, ഇവളാണോ തെറ്റ്, അവർ മൂടിയിരിക്കുക. പ്രത്യേകിച്ച് ആദില. എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ അവളുമായിട്ട് നടക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ ഞാനത് നടക്കരുതെന്നൊന്നും ഞാൻ പറയാൻ വന്നിട്ടില്ലല്ലോ എന്നൊരു സാധനം ഷാനവാസ് അവിടെ ഇടുന്നുണ്ട്. ഒന്ന് തിങ്ക് ചെയ്താൽ അവർക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് അവളുമായിട്ട് നിൽക്കുന്നത് പുള്ളിക്ക് പിടിക്കുന്നില്ല, ഞങ്ങൾ പുള്ളിയുടെ കൂടെ നിൽക്കണം ഒരു സാധനമായിരിക്കും പുള്ളി വിചാരിക്കുന്നത്. പുള്ളി അത് തന്നെയാണ് തിങ്ക് ചെയ്യുന്നത്. പുള്ളിയെ സപ്പോർട്ട് ചെയ്യുക, പുള്ളിയുടെ പുറകിൽ നിന്ന് ജയ് വിളിക്കാൻ ആളുകളെ പുള്ളി സെറ്റ് ചെയ്യും. അത് ഷാനവാസിൻ്റെ മിടുക്കും ഗെയിമും. അതിനകത്ത് പോയി ആദിലയും നൂറയും, എനിക്ക് തോന്നുന്നില്ല നൂറ കംപ്ലീറ്റ്ലി വീഴുമെന്ന്, പക്ഷേ ആദില വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അനുമോളുമായിട്ടൊരു ചകടാ പൊട്ടും, വീണ്ടും അത് ആദിലയ്ക്ക് പടിയാവും. അത്രേ ഉള്ളൂ. ഇപ്പം ആദില ഒന്നിനും ഇല്ലാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. പിടിയിട്ടില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അനുമോളെ ആദിലെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഒന്നിലും അങ്ങോട്ട് കത്തിച്ചെല്ലത്തില്ല, പ്രത്യേകിച്ച് അനീഷിൻ്റെ കേസിൽ. സിബിട്ട് വെക്കുക ഇങ്ങനെ കംപ്ലീറ്റ്ലി, ഇവിടെ മാത്രമല്ല കംപ്ലീറ്റ്ലി സിബിട്ടിരിക്കുകയാണ് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദില. ഈ ഒരാഴ്ച കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന അതെല്ലാം കഴിഞ്ഞ് ഈ ഒരാഴ്ച ആയിട്ട്, ഇത്രയും ദിവസമായിട്ട് ആദിലയുടെ വലിയ അനക്കമൊന്നുമില്ല. ആകെ ഷാനവാസിൻ്റെ കീഴെ മറ്റേ കുഞ്ഞ് ആടുകൾ, മറ്റേ വലിയ തള്ളയാടുകളുടെ കീഴെ പോയി ഇരിക്കത്തില്ലേ, ആ ഒരു മൂഡിലാണ് ഷാനവാസിൻ്റെ ഇടയ്ക്ക് ആദില നിൽക്കുന്നത്. അത് ആദിലയ്ക്ക് നല്ലതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പണിയാവത്തേ ഉള്ളൂ. കാരണം ഷാനവാസ് ഗെയിമറാ, നാളെ മാറ്റി ചവിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നെവിനെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് കയ്യിലെടുത്തു. അടുത്ത ഇവരെ ആദില നൂറ, ഒന്നാമത് മറ്റേ ഇക്കപ്പാസം ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ മറ്റേ സ്നേഹം, എല്ലാവരോടും അത്ര സ്നേഹം ഒലിച്ചു കിടക്കുന്ന ഒരാളാണ് ഷാനവാസ് എന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എല്ലാവരും ഈ നമ്മുടെ ഫാമിലി വീക്കിൽ എല്ലാവരും കുടുംബങ്ങളെല്ലാം കയറി വരുമ്പോഴത്തേക്ക് അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ അനീഷിന് മനസ്സിലായിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അനീഷിന് നല്ല ഒരു സപ്പോർട്ട് പുറത്തുണ്ടെന്ന്. ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മുടെ അനുമോളുടെ ചേച്ചിയോ അനിയത്തോ എന്തോ ഇന്നലെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, മറ്റേ ഇത് അനീഷ് ആർമി എന്നൊക്കെ പറഞ്ഞ് ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ വരെ ഇട്ട് കൊടുത്തു. അപ്പം അത് അനീഷ് കേട്ടിട്ടില്ല, അനുമോളോടാണ്. അനുമോൾ അതുകൊണ്ടായിരിക്കും തിരിച്ചു പൊട്ടിക്കുന്നത്. പക്ഷേ അനീഷിന് മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി, നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടായിരിക്കും പുള്ളി കുറച്ചും കൂടെ ഈ ഡോമിനൻസ് കാണിക്കുന്നത്. പക്ഷെ അത് പുള്ളിക്ക് പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വേണം, ആദ്യമേ കളിച്ച പോലൊക്കെ തന്നെ വേണം. പിന്നെ അനീഷിൻ്റെ അമ്മയും പറഞ്ഞു, നീ ആദ്യമേ വന്നപ്പോൾ എങ്ങനെയാണോ കളിച്ചത് അതുപോലെ കളിക്കാൻ, കളി കൊള്ളാം. പക്ഷേ ഈ ഓവറായിട്ടുള്ള ഭരണം, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഈ ഓൾറെഡി ഇത് അനീഷിന് പണിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇപ്പം വട്ടത്തിലിരുന്ന് എല്ലാവരും കൂടി ഈ സ്ഥലപ്പേര് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, കുറേ നേരമൊക്കെ ജിസൈൽ ഓടിയിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിസൈൽ എണീറ്റ് പുറത്ത് പോയി ഒറ്റയ്ക്കൊക്കെ ഇരിപ്പുണ്ട്. ജിസൈൽ ഉദ്ദേശിക്കുന്ന ഒരു കമ്പാനിയൻഷിപ്പ് ആര്യൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നില്ലായിരിക്കും, പിടികിട്ടിയില്ലേ? അതുകൊണ്ടായിരിക്കാം കുറച്ചൊരു സൈലൻ്റ് ആയി തുടങ്ങി ജിസൈൽ. ആര്യൻ അതിനനുസരിച്ച് എല്ലാവരുമായിട്ട്, പ്രത്യേകിച്ച് അനുമോള്, ആദില, നൂറ, ഇവരുമായിട്ട് കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആയി തുടങ്ങി. നേരത്തെ അത്ര ഇല്ലായിരുന്നു. നേരത്തെ എവിടെ ഇരുന്നാലും കൂടെ ജിസൈലിനെ ഇരുത്തി ഈ ഒരു മൂഡായിരുന്നു. പക്ഷെ ഇപ്പം ആര്യൻ അതിനകത്തൊന്ന് മാറി തുടങ്ങി. അത് ആര്യൻ്റെ ഗെയിമിന് നല്ല രീതിയിൽ ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷെ ജിസൈൽ
താഴത്തേക്ക് പോകുമോ എന്നൊരു സംശയം. ജിസയിലും അതുപോലെ കളിക്കണം. ഇപ്പൊ അനീഷിന്റെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ കൊത്തി ചെല്ലുന്നുണ്ട്, അത് കുറച്ചും കൂടെ ഒന്ന് കൂട്ടണം. അതുപോലെ അടുത്ത ആളുടെ അടുക്ക പോകണം, അക്ബറിന്റെ അടുക്ക പോകണം, മുനീലിന്റെ അടുക്ക പോകണം. ഇത് ഒരു തണുപ്പായി പോയി നമ്മുടെ ജിസൈലിന്. പ്രത്യേകിച്ച് ആര്യൻ ഒരു മാറ്റം അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ജിസൈൽ കുറച്ച് ഉടഞ്ഞു പോയോ എന്നൊരു സംശയം. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കി പോയി ലൈവും കൂടെ ഒന്ന് കാണട്ടെ, എന്തൊക്കെയാണ് ഇനി ഈ ഒരു ഗ്യാപ്പിൽ, ഇപ്പൊ ഈ വീഡിയോ എടുക്കാനിരുന്ന ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ ഇനി എന്തൊക്കെ നടന്നെന്ന് അറിയത്തില്ല. അതും കൂടെയൊക്കെ നടന്നിട്ട് ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോയ്ക്ക് ലൈക്ക് തരാനും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.